നമുക്ക് എല്ലാവർക്കും മനസ്സിനൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു രംഗമാണ് ഈ ഒരു പാടം അല്ലെങ്കിൽ കണ്ടം എന്നൊക്കെ പറയുന്നത്. അത് ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു കണ്ടമൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു നമുക്കൊരു ഒരു ആശ്വാസം, ഒരു സ്ട്രെസ് റിലീഫാണ് വരുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു തന്നെ ഇരുന്നു പോകും. അങ്ങനെ പലരും ഇങ്ങനെ ഒരു പച്ചപ്പ് കാണാൻ വേണ്ടി പലയിടത്തും വന്ന് നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു വ്ളോഗാണെന്ന്. ഇതൊരു വ്ളോഗല്ല. ഈ ഒരു കാഴ്ച ചെന്നെത്തുന്നത് എന്ന് പറയുന്നത് ഒരു സിനിമ ലൊക്കേഷനിലാണ്. അതാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സാധാരണ സിനിമയല്ല, നേരെ മറിച്ച് മലയാള സിനിമയിൽ അപ്പൊ ഈ ഒരു സിനിമയെ പറ്റി പറയാം. അതിനു മുമ്പ് ഈ ഒരു മനോഹരമായ ലൊക്കേഷനെ പറ്റിയും എല്ലാം പറയുന്നതാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ അതുല്യ നടന്റെ അഭിനയ തികവ് കാണിച്ച ചുരുക്കം ചില സിനിമകളിൽ ഒന്നാണ് കിരീടം എന്ന് പറയുന്നത്. ഇപ്പൊ കിരീടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ലൊക്കേഷനെ പറ്റി എല്ലാവർക്കും കിട്ടിക്കാണും. അതെ, ആ ഒരു കിരീടം എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ സേതു മാധവന്റെ ലൈഫിൽ നിർണായക സ്വാധീനം വഹിച്ച ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഇന്നറിയപ്പെടുന്ന കിരീടം പാലം എന്നറിയപ്പെടുന്ന ആ ഒരു പാലം. കാരണം സേതു മാധവൻ തന്റെ ജീവിതത്തിലെ പ്രധാന സംഭവവികാസങ്ങളിലെല്ലാം ആ ഒരു പാലത്തിൽ കൂടി സഞ്ചരിക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കിരീടം എന്ന് പറഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ സേതു മാധവനും തന്റെ സുഹൃത്തും സേതു മാധവന്റെ കാമുകിയായ രാധയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആ ഒരു കിരീടം പാലത്തിലാണ്. ആ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നമുക്കത് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ഇരുവരും ഇരുന്ന് സംസാരിക്കുക, അതായത് പാർവതിയുടെ ക്യാരക്ടറും മോഹൻലാലിന്റെ ക്യാരക്ടറും ഇരുന്ന് സംസാരിക്കുന്നു നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് സിനിമയിൽ. അതുകൂടാതെ തന്നെ സേതുമാധവന്റെ അനിയൻ ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തി വന്ന് നിൽക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ സേതുമാധവൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഒരു പതനം ആരംഭിക്കുന്ന രംഗമുണ്ട്. കണ്ണീർ പൂവിന്റെ എന്ന് പറഞ്ഞ ഒരു ഗാനത്തിലും ഈ ഒരു പാലം കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കിരീടം പാലം എന്ന് പറയുമ്പോൾ കിരീടം മാത്രമല്ല ശരിക്കും ഷൂട്ട് ചെയ്തത്, കിരീടത്തിന്റെ രണ്ടാം പതിപ്പായ ചെങ്കോൽ എന്ന് പറഞ്ഞ സിനിമയിലും ഈ ഒരു കിരീടം പാലം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, കീരിക്കാടൻ ജോസിനെ അടിച്ചു വന്നതിന് ശേഷം സേതുമാധവൻ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നൊരു രംഗമുണ്ട്. ആ ഒരു രംഗത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഈ ഒരു പാലത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ ഈ പാലം എന്ന് പറയുന്നത്, നമുക്ക് രാധയെ പണ്ട് ഇരുന്നതൊക്കെ ഈ ഒരു പാലത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൊമെന്റിലും ഇതേപോലെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെങ്കോൽ എന്ന് പറഞ്ഞ സിനിമയിലെ പ്രധാന ഗാനരംഗത്തിലും ഈ ഒരു പാലം കാണിക്കുന്നുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സേതുമാധവന്റെ പ്രധാന രംഗങ്ങളിലെല്ലാം ഈ ഒരു പാലം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ്, ചില വസ്തുക്കൾക്ക് ജീവൻ വേണമെന്നില്ല, അതിനൊരു ഇമ്പോർട്ടൻസ് കാണാൻ. അപ്പൊ സേതുമാധവൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒന്നാണ് കിരീടം പാലം എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു കിരീടം പാലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണിക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കിരീടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് വ്യക്തികൾ ഇപ്പോഴും വന്ന് കാണുന്നുണ്ട് ഈ ഒരു സിനിമയെ അയവിറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഒരു പുഞ്ചവേലും പാടവും പച്ചപ്പും കണ്ട് ഹരിതാവയൊക്കെ ആസ്വദിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ ഒരു കിരീടം പാലം എന്ന് പറയുന്നത് ഇപ്പോഴും ഹിറ്റാണ്, എപ്പോഴും ഹിറ്റാണ്. ഇനിയുള്ള രംഗങ്ങളെല്ലാം ഇനിയും വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു കിരീടം പാലം കാണാൻ വരുന്നുണ്ട്. അപ്പം കിരീടം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയുമ്പോൾ ഈ ഒരു കിരീടം പാലം പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഗംഭീരമാണ് ഈ ഒരു കിരീടം പാലം എന്ന് പറയുന്നത്. അപ്പൊ 1989 കിരീടം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്. ഇപ്പൊ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പല രംഗങ്ങളും മാറിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു പാലം ഇപ്പോഴും അതിന്റെ തനിമ കൊണ്ട് നിവർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കിരീടം പാലം കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ പോയി കാണുക. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുന്നിൽ സേതുമാധവനും രാധയും ഒക്കെ വരുന്നതായിരിക്കും. ആ കിരീടം എന്ന് പറഞ്ഞ സിനിമ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കണ്ണിൽ വരുന്നതായിരിക്കും. അത്രയ്ക്കും ഒരു ഗംഭീര ലൊക്കേഷനാണ് ഈ ഒരു കിരീടം പാലം എന്ന് പറയുന്നത്.